നമസ്കാരം. ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. ബി.ജെ.പിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അവസാന ലാപ്പിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ രമേശ് പിഷാരടി വിജയം നേടിയിരിക്കുകയാണ്. രമേശ് പിഷാരടിക്ക് 62,199 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. LDFിൻ്റെ NMR റസാക്കിനെ 33,931 വോട്ടുകൾ നേടി. BJPയുടെ ശോഭാ സുരേന്ദ്രൻ 49,052 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതായത് 13,147 വോട്ടുകളുടെ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രമേശ് പിഷാരടി അവിടെ ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇനി 2021 പരിശോധിക്കുകയാണെങ്കിൽ, തിരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ, അന്ന് ഷാഫി പറമ്പിൽ ഒരു കോട്ട തന്നെയായിരുന്നു. ഷാഫി പറമ്പിൽ അന്ന് 54,079 വോട്ടുകളാണ് നേടിയത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന മെട്രോമാൻ ശ്രീധരനായിരുന്നു BJP സ്ഥാനാർത്ഥി. അദ്ദേഹം അന്ന് 50,220 വോട്ടുകളാണ് നേടിയത്. അന്നൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. അന്ന് CPIMൻ്റെ CP പ്രമോദാണ് 36,433 വോട്ടുകളാണ് അന്ന് നേടിയത്. 2016 പരിശോധിക്കുകയാണെങ്കിലും ഷാഫി പറമ്പിൽ തന്നെയാണ് അവിടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അന്ന് 57,559 വോട്ടുകളാണ് ഷാഫി പറമ്പിൽ നേടിയത്. അന്ന് ഷാഫിയെ നേരിട്ട പ്രധാന എതിരാളി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്ന് 40,076 വോട്ടുകളാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത്. CPIMൻ്റെ NN കൃഷ്ണദാസ് ആയിരുന്നു 38,675 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. 2011 ഷാഫി തന്നെയായിരുന്നു അവിടെ മത്സരിച്ചത്. ഷാഫി അന്ന് 47,641 വോട്ടുകളാണ് നേടിയത്. പിന്നീട് അന്ന് CPIMൻ്റെ KK ദിവാകരൻ 40,238 വോട്ടുകൾ നേടി. BJPയുടെ C ഉദയഭാസ്കർ അന്ന് 22,317 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാഫി പറമ്പിൽ പിന്നീട് MP ആയി മത്സരിച്ച് പോയപ്പോൾ അന്ന് പിന്നീട് 2024 അവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ജയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 58,389 വോട്ടുകൾക്കാണ് ജയിച്ചത്. അന്ന് BJPയുടെ C കൃഷ്ണകുമാർ 39,549 വോട്ടുകൾ നേടി. LDFിൽ P സരിനായിരുന്നു മത്സരിച്ചത്. 37,156 വോട്ടുകളാണ് അന്ന് സരിൻ നേടിയത്.